ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പെറ്റ്സും ബേഡ്സും തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ എടുക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതിലാണ് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചാനൽ വഴിയിട്ട് പെറ്റ്സിനെയും ബേഡ്സിനെയും സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ചിരുന്നാൽ മതി. ഇതേപോലെ വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൽ ഒരു ബ്രീഡിംഗ് പെയറും അതിൻ്റെ ചിക്സും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കേജും കൂടെ ആണ് കേട്ടോ 3000 രൂപയെന്ന് പറയുന്നത്. ബ്രീഡിംഗ് പെയറും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളും ഈ കേജും എല്ലാം കൂടെ ആയിട്ട് 3000 രൂപയാണ് റേറ്റ്. സ്ഥലം വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ ഒന്നീ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ടോട്ടൽ റേറ്റ് വരുന്നത് 3000 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ബേഡ്സ് ഉണ്ട്, നമുക്കത് ഒരു ക്ലിപ്പിൽ കാണാം. അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് 4 ലവ് ബേഡ്സാണ് വന്നിട്ടുള്ളത്. ലവ് ബേഡ്സും അതോടൊപ്പം തന്നെ അതിൻ്റെ കേജും കൂടെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം കൂടെ ആയിട്ട് 700 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ഥലം വരുന്നത് പാലക്കാട് തന്നെയാണ്. കോഡ് നമ്പർ 1 കേട്ടോ. അടുത്ത് നമുക്ക് ലവ് ബേഡാണ് വന്നിട്ടുള്ളത്. അതൊരു പേരൻ്റാണ് കേട്ടോ, ഒരു മദർ ബേഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ബേഡും അതോടൊപ്പം തന്നെ അല്ലാതെ 4 ചിക്സും കൂടെ ആയിട്ട് 400 രൂപയാണ് റേറ്റ് വരുന്നത്. 4 പീസ് കൊടുക്കാനായിട്ടുണ്ട്. 4 പീസിനും കൂടെ 400 രൂപയാണ് കേട്ടോ. സ്ഥലം പാലക്കാട് തന്നെയാണ്. അടുത്ത് വന്നിട്ടുള്ളത് കുറച്ചധികം കേജാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പീസ് റേറ്റ് വരുന്നത് 300 രൂപയാണ് റേറ്റ് വരുന്നത്. കുറച്ചധികം കാണാനായിട്ട് സാധിക്കും. ഏതെടുത്താലും 300 രൂപയാണ് കേജിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് ബേഡ്സിനൊക്കെ വളർത്താൻ പറ്റിയ കേജാണ്. സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 1 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൊടുത്തേക്കുന്ന എല്ലാ കേജും അതോടൊപ്പം തന്നെ ബേഡും എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഈ കേജിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഡോഗ്സാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഫീമെയിൽസാണ് കേട്ടോ. 10,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് ജഗതിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. റേറ്റ് 10,000 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം ഗപ്പിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഗപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 60 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ. കോഡ് നമ്പർ 3. അടുത്ത് വന്നിട്ടുള്ളത് 50 രൂപ പെയറിന് വരുന്ന ഗപ്പിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ തന്നെയാണ്. കോഡ് നമ്പർ 3. അടുത്ത് വന്നിട്ടുള്ളതും ബ്ലൂ കോയി ഗപ്പിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റേറ്റ് വരുന്നത് 100 രൂപയാണ് പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഒരു പെയർ ജാവ സ്പാരോണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2000 രൂപയാണ് ഇതിൻ്റെ പെയറിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 4 കേട്ടോ. റേറ്റ് 2000 രൂപയാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലൂട്ടിനാണ് വന്നിട്ടുള്ളത്. 6 മാസം ഏജ് ആയിട്ടുള്ള ബേഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് തന്നെയാണ്. റേറ്റ് വരുന്നത് 2600 രൂപയാണ് പെയറിൻ്റെ റേറ്റ്. 6 മാസം ഏജ് ആയിട്ടുള്ളതാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലക്കാടാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളതും സാറ്റിയാണ് വന്നിട്ടുള്ളത്. ഈ സാറ്റി ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ് റേറ്റ്. സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. കോഡ് നമ്പർ 5 കേട്ടോ. പെയറിൻ്റെ റേറ്റ് 900 രൂപയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പറവ ക്രോസും നാടൻ പ്രാവും എല്ലാം കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 125 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. ടോട്ടൽ 12 പീസൊക്കെ അവൈലബിൾ ആണ്. സ്ഥലം കണ്ണൂരാണ്. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റേറ്റ് 125 രൂപയാണ് പീസ് റേറ്റ്.
അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം നാടൻ പ്രാവ് മുഖിപ്രാവോട് വന്നിട്ടുള്ളത്. നാടൻ പ്രാവിൻ്റെ റേറ്റ് വരുന്നത് പെയറിന് 300 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് കണ്ണൂരാണ്. കോട്ട് നമ്പർ 7 കേട്ടോ. അതോടൊപ്പം തന്നെ മുഖിയുടെ റേറ്റ് വരുന്നത് 600 രൂപയാണ് റേറ്റ് വരുന്നത്. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന റേറ്റ് മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. റേറ്റ് കൂട്ടിയോ കുറച്ചോ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ റേറ്റ് കൂടുതലോ കുറവായിരിക്കാം. നിങ്ങൾ ബഡ്ജറ്റിൽ ഒതുങ്ങി ആണെങ്കിൽ മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ റേറ്റും കൂടുതലായിരിക്കാം കുറവുമായിരിക്കാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോട്ട് നമ്പർ 7 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കൊളംബിയൻ ബ്രഹ്മയാണ് വന്നിട്ടുള്ളത്. പീസ് റേറ്റ് വരുന്നത് 750 രൂപയാണ് റേറ്റ്. 3 മാസം ഏജ് ആയിട്ടുള്ള ബേഡാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സ്ഥലം കോട്ടയത്താണ്. കോട്ട് നമ്പർ 8 കേട്ടോ. കുറച്ചധികം കാണാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അല്ലാതെ റേറ്റ് വരുന്നത് 750 രൂപയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് കുറച്ചധികം ആഫ്രിക്കൻ ലവ് ബേർഡ്സാണ് വന്നിട്ടുള്ളത്. ഇതുമാത്രമല്ല, ഒരുപാടുണ്ട്. നമുക്കത് വരും ക്ലിപ്പിലായിട്ട് കാണാം. പെയറായിട്ട് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് പെയറായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 550 രൂപയാണ് പീസ് റേറ്റ്. DNA ഉള്ള ബേർഡും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതിനൊക്കെയാണെങ്കിൽ ചെറിയ റേറ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ DNA ഇല്ലാത്ത ബേർഡിനാണെങ്കിൽ 550 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. കോട്ട് നമ്പർ 9 കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് വരുന്നത് 550 രൂപയാണ് DNA ഇല്ലാത്തതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഒക്കെ അയച്ചെടുത്ത് അവർ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ റേറ്റും എല്ലാം അവർ പറഞ്ഞു തരുന്നതായിരിക്കും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് സുഹൃത്തുക്കൾ പറയാറുണ്ട് ഈ കോൾ ചെയ്തിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരുപാട് കോള് കാര്യങ്ങളൊക്കെ ഈ ബ്രീഡേഴ്സിൻ്റെ കോള് പോകുന്നതുകൊണ്ടായിരിക്കാം ഇതേപോലെ പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എടുക്കാത്തത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടിരുന്നാൽ മതി. ഓക്കെ. അതോടൊപ്പം തന്നെ എന്നെയും കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റേത് മെയിനായിട്ട് ഞാൻ കോള് എടുക്കാത്തത് ഞാൻ അതിൽ ചാർജ് ചെയ്തിട്ടില്ല, മൊബൈൽ ചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വേറെ ഒന്നുണ്ടല്ലോ, കുറേ കോള് വരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ചാർജ് ചെയ്യാത്തത്. അപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും എനിക്ക് കുറേ കോള് വരും, എൻക്വയറീസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനത് ചാർജ് ചെയ്യാത്തത്. വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നവർക്കറിയാം. ഞാൻ അപ്പം തന്നെ ഇതേപോലെ മെസ്സേജ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഓൺലൈനിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചു പിള്ളേർ ഇതേപോലെ ഗപ്പീസും അതോടൊപ്പം തന്നെ അവരുടെ പ്രാവിനെയൊക്കെ സെയിൽ പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. കൊച്ചു പിള്ളേർ അയക്കുമ്പോൾ അവരെ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കാര്യം എടുത്ത് പറയുന്നത്. അതുകൊണ്ട് കൊച്ചു പിള്ളേർക്ക് ഇത് പെറ്റ്സോ ബേഡ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം അയക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ മാത്രം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ആവശ്യമില്ലാതെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ ഡയറക്റ്റായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് വാങ്ങരുത്. അതുകൊണ്ട് നിങ്ങൾ പേരൻസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം വാങ്ങുമെന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ മാത്രം വാങ്ങാനായിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ.
ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് വരുന്നത്. കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ അടുത്തടുത്ത എപ്പിസോഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോ ഇടാനായിട്ടുള്ള പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെയിലി വൈകിട്ട് 7 മണിയാകുമ്പോഴാണ് നമ്മുടെ വീഡിയോ വരിക. അപ്പോൾ 7 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിലോട്ട് വന്നാൽ മതി, വീഡിയോ ഉണ്ടാവും. ഇനി അടുത്തൊരിക്കലും വീഡിയോ വരുന്നത്. ഗുഡ് ബൈ.